നമസ്കാരം. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായ തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്തിലെ സമപാർശ്വ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന പാഠഭാഗത്തെ കുറിച്ചാണ്. ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ത്രികോണത്തിന് 3 വശങ്ങൾ തരികയാണെങ്കിൽ ത്രികോണം വരച്ച് അതിന്റെ പ്രത്യേകതകൾ കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ 2 വശവും അവ ചേരുന്ന ആംഗിൾ അല്ലെങ്കിൽ കോണം തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഒരു സൈഡും 2 ആംഗിളും തന്നു കഴിഞ്ഞാൽ അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. അപ്പൊ എന്താണ് സമപാർശ്വ ത്രികോണം എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ് സമപാർശ്വ ത്രികോണം? എന്താണ് സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ? ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ഈ ട്രയാങ്കിളിന് പേര് കൊടുത്തിട്ടുണ്ട് ട്രയാങ്കിൾ ABC എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഈ ട്രയാങ്കിളിന്റെ AC എന്ന സൈഡിൽ 6 സെന്റിമീറ്ററും BC എന്ന സൈഡ് 6 സെന്റിമീറ്ററും ആണ്. ഇത് ഏത് ട്രയാങ്കിൾ ആയിരിക്കും? ഇത് ഏത് ട്രയാങ്കിൾ ആണ്? 2 സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിൾ പറയുന്ന പേരാണെന്ത്? 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ നമുക്കെന്ന് പറയാം ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഐസോസെലസ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ ഐസോസെലസ് ട്രയാങ്കിളിന് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിന് വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതായത് ഇതിന്റെ ആംഗിൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കും? നോക്കാം നമുക്ക്. ഞാനിവിടെ മുകളിൽ നിന്ന് സിയിൽ നിന്ന് AB ഒരു വര വരയ്ക്കുന്നു. ഇവിടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് ഞാൻ M എന്ന ലെറ്റർ വെച്ചിട്ട് കൊടുക്കുന്നു. ഇപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ? ഏതൊക്കെ ട്രയാങ്കിൾ ആണ്? ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ ഏതാണ്? AMC. അപ്പൊ ഒന്നാമത്തെ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ AMC എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഏതാണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ BMC. ട്രയാങ്കിൾ BMC. ഈ 2 ട്രയാങ്കിൾ പരിഗണിക്കുകയാണെങ്കിൽ, അതായത് ട്രയാങ്കിൾ AMCയും ട്രയാങ്കിൾ BMCയും നമ്മൾ പരിഗണിക്കുകയാണ് വിചാരിക്കാം. നമുക്ക് ഇതിന്റെ കോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒന്നാമത്തെ ത്രികോണത്തിൽ നോക്കൂ, AC എന്ന സൈഡ് ഉണ്ട് അല്ലെ? രണ്ടാമത്തെ ത്രികോണത്തിൽ BC എന്ന സൈഡ് ഉണ്ട്. ആ രണ്ടും ഈക്വൽ അല്ലേ? കാരണം രണ്ടും എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AC ഈക്വൽ ടു ആണ് എന്ത്? BC എന്ന് പറയാം. ACയും BCയും തുല്യമാണ് എന്ന് പറയാം അല്ലെ? കാരണം എന്താണ്? ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താണ്? രണ്ടും 6 സെന്റിമീറ്റർ ആണ്. വേറെ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ നമുക്ക്? വേറെ എന്താ പറയാൻ പറ്റും? AM-ഉം BM-ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? ഏതൊക്കെയാണ്? AM-ഉം BM-ഉം ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? തുല്യവശങ്ങൾ കൂടിച്ചേരുന്ന കോണിൽ നിന്ന് മറുഭാഗത്തിലേക്ക് വരയ്ക്കുന്ന ലംബം ഈ ഭാഗത്തിന് എന്തായിരിക്കും? തുല്യമായിട്ട് മുറിക്കും. അതുകൊണ്ട് AM-ഉം BM-ഉം എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. വേറെ എന്ത് പ്രത്യേകത ഉള്ളത്? ഇങ്ങനെ ഒരു വശം കൂടി ഉള്ളത്. വേറെ എന്താ ഉള്ളത്? ഇവിടെ CM എന്നൊരു വശം ഉണ്ട് അല്ലെ? ആ വശം 2 ത്രികോണത്തിന് എന്താണ്? കോമൺ ആയിട്ടുള്ള സൈഡ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ പറയാം? CM ഈക്വൽ ടു ആണ് CM. ബ്രാക്കറ്റിൽ എന്ത് ചെയ്യണം? നിങ്ങള് കോമൺ സൈഡ് ആണ് അല്ലെങ്കിൽ പൊതുവായ വശമാണ്. അപ്പൊ നമുക്ക് ഈ ത്രികോണങ്ങൾ രണ്ടും പരിഗണിക്കുകയാണെങ്കിൽ അതിലെ 3 വശങ്ങൾ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 3 സൈഡ് ഈക്വൽ ആകുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? 3 സൈഡും ഈക്വൽ ആണെങ്കിൽ, അതായത് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നുള്ളത്. അപ്പൊ 3 വശങ്ങൾ ഈക്വൽ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും വരിക അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇപ്പൊ നമുക്ക് വേണ്ട ഈ CM എന്നുള്ള ഈ ഒരു സൈഡ് മാത്രം എടുക്കാം. CM എന്നുള്ള വശം മാത്രം എടുക്കാം. CM-ന് ഓപ്പോസിറ്റ് വരുന്ന ഒരു സൈഡാണ് ഏത്? ഈ ഓപ്പോസിറ്റ്. ഇപ്പൊ CM എന്ന വശത്തിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ഏത്? ആംഗിൾ A. അപ്പൊ CM എന്ന ആംഗിൾ എടുക്കുകയാണെങ്കിൽ, വശം എടുക്കുകയാണെങ്കിൽ കോൺ AC ഈക്വൽ ടു, ഇവിടെ നോക്കി, ഒന്നാമത്തെ ത്രികോണത്തിൽ CM-ന് ഓപ്പോസിറ്റ് വരുന്നത് കോൺ A ആണ്. രണ്ടാമത്തെ ത്രികോണത്തിൽ ഏതാ വരുന്നത്? കോൺ B ആണ്. അപ്പൊ കോൺ AC ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? കോൺ B എന്ന് കൊടുക്കാം അല്ലെ? കോൺ Aയും കോൺ Bയും എന്താണ്? ഈക്വൽ ആണ്. അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ നോക്കുക, 6-ന് ഓപ്പോസിറ്റ് വരുന്നത്, അതുപോലെ ഈ 6-ന് ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? രണ്ടും
ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊതു തത്വമായിട്ട് പറയാം എന്താണ്, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. If two sides of a triangle are equal, the angles opposite these sides are also equal. അപ്പോൾ രണ്ട് വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആണ് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാംഗിൾ ആകുമ്പോൾ അതിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകത ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കാം, നമുക്ക് എ സി നമുക്കറിയാം 6 സെന്റിമീറ്റർ ആണ് അല്ലെ. അതുപോലെ ബി സിയും എന്താണ് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും അതുപോലെ ഇവിടുത്തെ 6ന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഏതൊക്കെ ആംഗിൾ ആണത്, ആംഗിൾ എ എം സി അല്ലെ. അതായത് നമ്മൾ എ സി ഈക്വൽ ടു ആണ് ബി സി എന്ന് നമുക്കറിയാം. എ സിയും ബി സിയും ഈക്വൽ ആണ്, കാരണം അത് സെന്റിമീറ്റർ ആണ്, 6 സെന്റിമീറ്റർ ആണ് അല്ലെ. അത് വെച്ചിട്ട് ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, അതായത് എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്, ആംഗിൾ എ എം സി ഈക്വൽ ആണ് ആംഗിൾ ഏതാണ്, ആംഗിൾ ബി എം സി. ആംഗിൾ ബി എം സി നമുക്കറിയാം ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എത്രയാണ്, നമ്മൾ പൊട്ടാക്ട് കണ്ടിട്ടില്ല, എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. അപ്പോ ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ ഒരു ആംഗിൾ എന്തായിരിക്കും കിട്ടുക, 90 ഡിഗ്രി അല്ലെ. ഈ ആംഗിൾ എന്ത് കിട്ടും, 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോൺ എ എം സി ഈക്വൽ ടു കോൺ ബി എം സി ഈക്വൽ നമുക്ക് എന്താ പറയാം, 90 ഡിഗ്രി ആണെന്ന് പറയാം. അതായത് ഈ ആംഗിൾ എന്തായിരിക്കും കിട്ടുക, 90 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഓക്കെ, നോക്കാം. ചിത്രത്തിൽ 3 വശങ്ങളുള്ള ഒരു ത്രികോണമാണ് അല്ലേ. ആ 3 വശങ്ങളുടെ സൈഡ് തന്നിരിക്കുന്ന എത്രയാണ്, 4 സെന്റിമീറ്റർ വീതമാണ്. അങ്ങനെ ഈ 3 വശങ്ങൾ തുല്യമായ ത്രികോണത്തിന് പറയുന്ന പേര് നമുക്കറിയാം എന്താണ്, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിലെ 3 വശങ്ങളും തുല്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ ട്രയാങ്കിളിന്റെ ആംഗിൾ എത്രയാണ്, ടോട്ടൽ ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രിയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 3 ആംഗിളും ഈക്വൽ ആകുമ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും കിട്ടുക, 60 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അതായത് സമഭുജ ത്രികോണത്തിലെ ഒരു കോൺ എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഏതൊരു സമഭുജ ത്രികോണത്തിലും കോണുകളെല്ലാം എത്രയായിരിക്കും, കോണുകളെല്ലാം 60 ഡിഗ്രി ആയിരിക്കും. ഏതൊരു സമഭുജ ത്രികോണം ഇല്ലെങ്കിൽ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിലെ കോണുകളൊക്കെ എന്തായിരിക്കും കിട്ടുക, 60 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 120 ഡിഗ്രി ആണ്. മറ്റു 2 കോണുകൾ എന്തൊക്കെയാണ്? One angle of an isosceles triangle is 120 degree. What are the other 2 angles? ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോണ് 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 കോണുകൾ എന്തായിരിക്കും വരുന്നത്? ഇവിടെ നോക്കാം. ഒരു സമപാർശ്വ ത്രികോണം ഞാൻ റഫ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോ. ഈ ഒരു കോണ് 120 ഡിഗ്രിയാണ് വിചാരിക്കുക. എന്തായാലും സമപാർശ്വ ത്രികോണമാകുമ്പോൾ 2 വശങ്ങൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കില്ലേ. പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാം എ ബി സി എന്ന് കൊടുക്കാം. ഏതൊക്കെ ഈക്വൽ ആണ് വിചാരിക്കുക, നമുക്ക് എ സിയും അതുപോലെ ബി സിയും എന്താണ്, ഈക്വൽ ആണ്. ഒരു കോണ് 120 ഡിഗ്രിയാണ്. ടോട്ടൽ എത്രയാണ് ആംഗിൾ ഉണ്ടായിരിക്കുക, ടോട്ടൽ ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രിയാണ്. അപ്പൊ ഒരു കോണ് 120 ഡിഗ്രി ആണെങ്കിൽ ബാക്കി 2 കോൺ എന്ത് ചെയ്യണം, ഈ 180 മൈനസ് ചെയ്ത നമ്പർ ഉണ്ടാകാം. അതായത് -120 ഡിഗ്രി ചെയ്യുമ്പോൾ എന്ത് കിട്ടുക, 60 ഡിഗ്രി ആയിരിക്കും. ബാക്കി 2 കോണും കൂടി കൂട്ടുമ്പോൾ കിട്ടുക 60 ഡിഗ്രിയാണ്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ളത് 2 കോണുകൾ എന്താണ്, 2 വശങ്ങൾ തുല്യമാണ്. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും, ഇത് തുല്യമായിരിക്കും. അപ്പൊ ടോട്ടൽ 180 ഡിഗ്രി ആണ്. ഒരു കോണ് 120 ആവുമ്പോൾ ബാക്കി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയാണ്, 60 ആണത്. പക്ഷെ 60 കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്, തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഒന്ന് 40 ഒന്ന് 20 കൊടുത്താൽ പറ്റൂല.
അതിനെന്ത് കൊടുക്കണം? ഒന്ന് 30 മറ്റൊരു തന്നെ കൊടുക്കണം 30 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾ എന്തായിരിക്കും കിട്ടുക? 30 ഡിഗ്രി 30 ഡിഗ്രി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ്. മറ്റു രണ്ട് കോണുകൾ കണ്ടുപിടിക്കുക. One angle of an isosceles triangle is 90 degree. What are the other two angles? നോക്കാം. ഒരു കോണ് 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയ ട്രയാങ്കിൾ പറയുന്ന പേരെന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. അപ്പോ ഈ ആംഗിൾ അത് കിട്ടും 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് ആംഗിൾസ് രണ്ട് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും വരിക. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കണം? തുല്യമാവണം അല്ലെങ്കിൽ ഈക്വൽ ആവണം അല്ലെ? അപ്പൊ ടോട്ടൽ 180 ആണ് ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾ എത്ര വരുന്നത്? 180 ഡിഗ്രി ആണ്. ഒരു ആംഗിൾ 90 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവുക? ബാക്കി 90 ഡിഗ്രി ഉണ്ടാവുക. അതായത് ബാക്കി രണ്ട് ആംഗിൾ കൂട്ടുമ്പോ എത്ര കിട്ടണം? 90 കിട്ടണം. പക്ഷെ രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ 90യുടെ പകുതി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45 കിട്ടും. ഇവിടെയും 45 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾ എത്ര കിട്ടുക? 45 ഡിഗ്രി 45 ഡിഗ്രി എന്ന് കിട്ടും. ടോട്ടൽ ആംഗിൾ കൂട്ടുമ്പോൾ നോക്കാം. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും A, B എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. കോൺ A, കോൺ B ഇവ കാണുക. In figure below, O is the center of the circle and A, B are the points on the circle. Compute കോൺ A and കോൺ B. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചിത്രം അല്ലേ? അതിൽ O എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ സെന്റർ ആണ് അല്ലെ? ഒറിജിൻ ആണ് O എന്ന് കൊടുക്കുന്നത്. അവിടെ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ആ ട്രയാങ്കിളിന് കോൺ O നമുക്ക് തന്നിട്ടുണ്ട്. കോൺ O എത്ര തന്നിരിക്കുന്നത്? 60 ഡിഗ്രിയാണ്. നമ്മളോട് ഏതൊക്കെ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കോൺ എയും അതുപോലെ കോൺ ബിയുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം, സർക്കിൾ ആണ്. സർക്കിൾ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ? സർക്കിളിലെ ഈ OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ്. റേഡിയസ് നമ്മൾ സ്മാൾ ലെറ്റർ R വെച്ചിട്ടാണ് കൊടുക്കുക. സർക്കിളിന്റെ റേഡിയസ് എപ്പോഴും എന്താണ്? ഈക്വൽ ആയിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡ് എന്തായി? ഈക്വൽ ആയിട്ട് കിട്ടി. അതായത് OA OB എന്ന് കിട്ടി. ബ്രാക്കറ്റിൽ എന്താണ്? ആരം അല്ലെങ്കിൽ റേഡിയസ് ആണ്. OA OB എന്താണ്? വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച നിയമം എന്താണ്? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ABO എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആയിട്ടാവും. കാരണം രണ്ട് വശങ്ങൾ ഈക്വൽ ആയ ട്രയാങ്കിൾ പറയുന്ന പേരെന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതിലെ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ടോട്ടൽ 180 ഡിഗ്രി ആണ് ടോട്ടൽ ആംഗിൾ. അതിന്റെ ആംഗിൾ കിട്ടിയിട്ട് 60 ഡിഗ്രി. ബാക്കി എന്തുണ്ടായിരിക്കും? 120 ഡിഗ്രി ആണ്. അപ്പൊ ബാക്കി രണ്ട് ആംഗിൾ കൂട്ടുമ്പോൾ 120 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. അതിന്റെ പകുതി നോക്കിയാൽ മതി. എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും. അപ്പൊ ഈ ആംഗിൾ എത്രയും കിട്ടുക? 60 ഡിഗ്രി. കോൺ B എന്തായിരിക്കും കിട്ടുക? 60 ഡിഗ്രി. അപ്പൊ കോൺ A സീക്കറ്റ് നമുക്ക് കിട്ടുന്നത് 60 ഡിഗ്രി. കോൺ B സീക്കറ്റ് എന്ത് കിട്ടും? 60 ഡിഗ്രി. എന്തുകൊണ്ടാണ് കിട്ടിയത്? നമുക്ക് OAയും OBയും തുല്യമായതുകൊണ്ട് ഈ ട്രയാങ്കിൾ ABO എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിളില് തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ആ നിയമം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ കോൺ എയും കോൺ ബി എന്താണ് 60 ഡിഗ്രി എന്ന് കിട്ടും.